എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. എനിക്ക് ഇതുവരെ ചെയ്ത വീഡിയോകളിൽ വെച്ച് ഏറ്റവും സന്തോഷകരമായി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. നിങ്ങൾ മൊത്തം കണ്ടിട്ട് എങ്ങനെയായാലും നിങ്ങളുടെ ക്ലോസ് സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അത് അവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമായിരിക്കും. ഞാൻ ഇന്നലെ എൻ്റെ ഒരു സ്വകാര്യ ആവശ്യത്തിനായി ഇവിടെ നിന്നും ഏതാണ്ടൊരു 70 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് പോകണമായിരുന്നു. അപ്പോൾ എനിക്കൊരു ഊബർ വേണമായിരുന്നു. ഊബർ ബുക്ക് ചെയ്തു. എനിക്ക് പോകേണ്ട, അതായത് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയത്തിന് കറക്റ്റ് 7 മിനിറ്റ് മുമ്പായി തന്നെ ഊബർ വീട്ടിൻ്റെ മുന്നിൽ വന്നു. ഞാൻ കയറി. ഒരു കുഞ്ഞു വണ്ടി, ഒരു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കൊച്ചുമോളുടെ പ്രായം വരും ഡ്രൈവിങ്ങിന് വന്ന ആ ഡ്രൈവറായി വന്ന പയ്യൻ. സോറി, പയ്യനെന്ന് പറഞ്ഞ് ക്ഷമിക്കണം, ഡ്രൈവർ എന്ന് പറയാനില്ല. ഏതാണ്ട് ഒരു ബാല്യകാലം യാത്രയായി. അപ്പോൾ എന്നോട് 2 റൂട്ടാണ് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് പോകുന്നത്, ഏത് റൂട്ടാണ് പ്രിഫർ ചെയ്യാമെന്ന് എന്നോട് ചോദിച്ചു. എൻ്റെ പ്രിഫറൻസ് കൊടുത്തു. അതനുസരിച്ച് ഞങ്ങൾ യാത്രയായി. എൻ്റെ സ്ഥലത്ത് ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ ആയപ്പോൾ പറഞ്ഞു, അങ്കിൾ, എന്നെ സംബോധനയാണ്, സാറെന്നല്ല, അങ്കിൾ 1 മിനിറ്റ് എൻ്റെ വീട്ടിലൊന്ന് നിർത്തി ഒരു കീ കൊടുക്കണം. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. വണ്ടി നിർത്തി ഒരു നല്ലൊരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. ഗേറ്റ് തുറന്നു. ആ ഗേറ്റ് തുറന്നപ്പോൾ എനിക്ക് ആ വീടൊക്കെ കാണാൻ പറ്റിയതാണ്ട്. കാരണം ഞാൻ ബേസിക്കലി ഒരു ഡിസൈനറായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ആർക്കിടെക്റ്റ് ഇങ്ങനെയൊക്കെയുള്ള നല്ല കെട്ടിടങ്ങൾ കാണുമ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നാറുണ്ട്. അങ്ങനെ മൊത്തം എനിക്കത് കണ്ണോടിക്കാൻ പറ്റും. എനിക്കിഷ്ടപ്പെട്ട ഒരു വീട്, അതായത് ഒരു കേരള സ്റ്റൈൽ, ബട്ട് ഇറ്റ് ഈസ് വെൽ പെയിൻറ്റഡ്, പാർക്കിംഗ് സ്പേസ്. ദെൻ ആ ഗേറ്റ് തുറക്കും കുറച്ച് ഏതാണ്ട് ഐ തിങ്ക് ഒരു 30 മീറ്റർ ബാക്കിലാണ് അവരുടെ വീട് ചെയ്തിരിക്കുന്നത്. വീണ്ടും വന്നു, ഞങ്ങൾ യാത്ര തുടങ്ങി. സോ ഞാൻ ചോദിച്ചു, പേര് ചോദിച്ചു. പേര് പറഞ്ഞു. എത്ര നാളായി ഈ ജോലി ചെയ്യുന്നു, അതായത് ഈ ഡ്രൈവിങ്? നാളായില്ല, എനിക്ക് സമയം കിട്ടുമ്പോൾ, ഒഴിവ് കിട്ടുമ്പോൾ ഞാൻ ഈ വണ്ടി ഡ്രൈവ് ചെയ്യും. ഒഴിവ് കിട്ടുമ്പോൾ പണി വല്ലതും ചെയ്യുന്നു? അല്ല, ഞാൻ 3rd ഇയർ എൻജിനീയറിങ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ എനിക്ക് കൗതുകം തോന്നി. അപ്പോൾ എവിടെയാണ് പഠിക്കുകയെന്ന് ചോദിച്ചു. നാഗർകോവിൽ ഒരു കോളേജിലാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പണി ചെയ്യുക? അല്ല, ഞാൻ സാറ്റർഡേ മോർണിംഗ് ഇവിടെ എത്തും. ദെൻ മൺഡേ ഏർലി മോർണിംഗുള്ള ഫസ്റ്റ് നാഗർകോവിൽ ബസ്സിന് പോകും. ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യും. അപ്പോൾ എനിക്ക് വലിയ രസമായി. ഇതെങ്ങനെ സാധിക്കുന്നു, എന്താണ് ഇതിൻ്റെ? അതെ, എൻ്റെ ഹോസ്റ്റൽ ഫീ, എൻ്റെ റണ്ണിങ് എക്സ്പെൻസ്, ഇതെല്ലാം ഞാൻ ഈ ഡ്രൈവിങ്ങിൽ കൂടിയാണ് ഞാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ വണ്ടി വാടക അല്ല, വണ്ടി വീട്ടിൽ അച്ഛൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഓഹോ, അച്ഛൻ എന്താ ചെയ്യുന്നു? അച്ഛൻ സെയിം ഈ വണ്ടിയിൽ തന്നെ ഡ്രൈവറായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും ഞാൻ ഒരു നിമിഷം അങ്ങ് സ്തംഭിച്ചു പോയി. എങ്ങനെ അച്ഛൻ തന്നെയാണ് ഡ്രൈവിംഗ് പഠിപ്പിച്ച്. എനിക്കത് ഇൻട്രസ്റ്റുമായിരുന്നു. നിങ്ങൾ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചു. ഞങ്ങൾ 2 പേർ. ഇയാളാണോ മൂത്തതെന്ന് ചോദിച്ചു. അല്ല, ഞാൻ ഇളയതാണ്. അപ്പോൾ മൂത്ത ചേട്ടൻ ഫൈനൽ ഇയർ എൻജിനീയറിംഗ് വിദ്യാർത്ഥിയാണ്, വർക്ക് ചെയ്യുന്നത് UK-യിൽ. ഓ, ഗുഡ്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ UK-യിൽ ഒരു മോൻ വർക്ക് ചെയ്യുന്നു, അവിടെ പഠിക്കുകയാണ്. ബട്ട് ഈവൻ ദോ ഒരു ആവറേജ് ഒരു 1 lakh rupees ആ മോൻ ജോലി ചെയ്ത് പാർട്ട് ടൈം വർക്ക് ചെയ്ത് വീട്ടിൽ അയക്കാറുണ്ട്. ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്താൽ പോയത്. ആ ലോൺ അത് ചെയ്യാണ്, ഏതാണ്ട് തീരാറായി ആ ലോണൊക്കെ. ശരിക്ക് ഞാൻ അവരെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കായിരുന്നു. കുഞ്ഞു കുടുംബത്തിൽ ഞങ്ങൾ എത്ര പേരാണുള്ളത്? ഞങ്ങൾ 2 ബ്രദർ, അച്ഛൻ, അമ്മ, പിന്നെ എൻ്റെ വലിയമ്മയും.
ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ നൈസ് സ്റ്റോറി. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കോളേജ് രാവിലെ ഇവിടെ ഏർലി മോർണിംഗ് ഫസ്റ്റ് ബസ് ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് ആൻഡ് നാഗർകോട് ബസ്സിന് അങ്ങടേക്ക് പോകും. ലീവാകുമ്പോൾ ഞാനിങ്ങ് തിരിച്ചു വന്ന് ഞാൻ ഈ വർക്ക് അങ്ങ് ചെയ്യും. ഒന്ന് ചിന്തിക്കുക, നല്ല 2 വീട്, ഒരു ടിൻ ഹൗസ് പോലെയാണ്. ദ വെൽ മെയിൻറ്റൈൻ ഹൗസ്, സുന്ദരമായൊരു ഹൗസ്, നല്ല കാമ്പൗണ്ട്, നല്ല ഗേറ്റ്. ആ വീട്ടിൻ്റെ അകത്തുള്ള മെമ്പേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കഷ്ടിച്ച് മേ ബി ഹാർഡ്ലി ഒരു 26, 26, 25 വയസ്സാകാനേ വഴിയുള്ളൂ. ബട്ട് അവൻ്റെ സ്മാർട്ട്നെസ്സും അവൻ്റെ ഭവ്യതയും അവൻ്റെ ഇതും. ഫസ്റ്റ് ഓഫ് ആൾ എ ഗ്രേറ്റ് സല്യൂട്ട് ടു ദാറ്റ് പേരൻസ്. കാര്യം കുട്ടികളെ ഇങ്ങനെ മോൾഡപ്പ് ചെയ്ത് വാർത്തെടുത്തതിന്. ഇനി അതിലും വലിയ രസം, ഇവൻ്റെ ചേട്ടൻ നാട്ടിൽ വന്നാൽ അവനും ഈ വണ്ടി തന്നെ എടുത്ത് ഓടിക്കും. ഹി വിൽ മേക്ക് സം മണി. അപ്പോൾ കൂടുതലെടുക്കാൻ തോന്നി ആ മോനുമായി. അപ്പോൾ ഈ ഇടയ്ക്ക് ഫാദർ വിളിക്കും, നീ എവിടെ എത്തി, ഗൈഡൻസ് സംതിങ്. നല്ല രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത്. അത് വെൽ മെയിൻറ്റെയിൻ വണ്ടി, ഒരു ഡസ്റ്റില്ല, ഒന്നുമില്ല. ടിഷ്യൂ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഇപ്പോൾ നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ അതിനുള്ള കണക്ടർ. ഈസ് എ സ്മോൾ വെഹിക്കിൾ, വളരെ കൺവീനിയൻ്റാണ്. ഈ പാട്ടിടുമെന്ന് വെച്ചാൽ പാട്ട് നമ്മളോട് ചോദിക്കുകയാണ്, മ്യൂസിക് ഇട്ടോടെ. അത് നല്ല പാട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ അരോചകത്വം തോന്നുന്ന പാട്ടൊന്നും വേണ്ട ഇപ്പം അങ്ങ് ഇല്ലല്ല. ആ പാട്ട് തന്നെയാണ് നല്ല തമിഴും മലയാളം ഹിന്ദിയൊക്കെ ചേർന്ന പാട്ട്, നല്ല സംഗീതം ഉള്ള പാട്ട്. എന്തായാലും ആ ലക്ഷ്യസ്ഥാനത്ത് ഞാനെത്തി. എനിക്കൊരു ബ്രേക്ക് കഷ്ടിച്ച് ഒരു 1.5 മണിക്കൂർ ബ്രേക്ക് ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ തീർന്നു, തിരിച്ചും യാത്രയായി. അപ്പോൾ കുറച്ചുകൂടെ അടുത്തു. അപ്പോഴാണ് ഞങ്ങളുടെ ആഹാരം പാചകം ചെയ്യുന്നത് ഗ്രാൻഡ് മദറാണ്. ഗ്രാൻഡ് മദർ നല്ലപോലെ കുക്ക് ചെയ്യും. അപ്പോൾ അമ്മയും ചെയ്യും, പക്ഷേ ഗ്രാൻഡ് മദർ വയ്ക്കുന്ന പാചകം ചെയ്യുന്ന ആഹാരം ഞങ്ങൾക്ക് കഴിക്കാൻ വളരെ ഇൻട്രസ്റ്റ്. നൈസ്. അപ്പോൾ വീട്ടിൽ വേറെ എന്തൊക്കെ ചെയ്യും. ഞാൻ വൈകുന്നേരം വരും വീട്ടിലേക്ക്. അത്യാവശ്യം എന്തെങ്കിലും വെജിറ്റബിൾസ്, വല്ല പഴവർഗ്ഗങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് പോരും വീട്ടിൽ. എന്ത് രസമാണെന്ന് ചോദിക്കണേ. അതായത് ആ മോൻ്റെ ഇങ്ങനെയുള്ള എക്സ്പെൻസ് എല്ലാം അവൻ ജോലി ചെയ്തുണ്ടാക്കുന്നു. അവനവിടെ കോളേജിൽ ലീവ് കിട്ടുമ്പോൾ അവൻ നെക്സ്റ്റ് 4 to 5 hours വീട്ടിൽ വരികയും അച്ഛൻ ഉപയോഗിക്കുന്ന വണ്ടി ആ കീ അങ്ങോട്ട് വാങ്ങി ഹി വിൽ സ്റ്റാർട്ട് യൂസിങ് ദ വെഹിക്കിൾ. ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാക്കുന്നു. ഈ ഇങ്ങനെയുള്ളൊരു കുട്ടികളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇന്ന് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട് എത്ര മനോഹരമായിരിക്കും. ഒന്ന് ചിന്തിക്കുക. ഈ വീഡിയോ നിങ്ങൾ കാണണം, അച്ഛനും അമ്മയൊക്കെ കാണണം. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ അവരെങ്ങനെ ഇതൊക്കെ ആയെന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആ വല്യമ്മയുടെയൊക്കെ ആ ഗൈഡൻസാണ്. അവരാ രീതിയിലാണ് കുട്ടികളുടെ മോൾഡപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ പുറത്താരെങ്കിലും ഉണ്ടെങ്കിൽ, ചെറിയ വരുമാനമുണ്ടെങ്കിൽ, ആ വീട്ടിലെ കുട്ടികൾ അവർ പഠിക്കുന്ന സ്കൂളിലെ ഇടിമുറിയിലെ ഒരു മെമ്പറായിരിക്കും. അല്ലെങ്കിൽ വരുന്ന പയ്യനെ റാഗിങ് ചെയ്യുന്നവനായിരിക്കും. അല്ലെങ്കിൽ സിദ്ധാർത്ഥാനെ പോലുള്ള പിള്ളേരെ ഡ്രഗ്സ് അടിച്ച് കൊല്ലുകയായിരിക്കും. അല്ലെങ്കിൽ അവിടെ ആ നഴ്സിംഗ് പഠിക്കാൻ പോയ പിള്ളേരെ ക്യാമ്പസ് വെച്ച് വരച്ചില്ലേ, അങ്ങനെയുള്ളൊരു പ്രവൃത്തിയിലെത്തിക്കുക. എത്ര കുടുംബങ്ങളാണ് അങ്ങനെ തകർന്ന് തരിപ്പണമായി പോകുന്നത്. ഈ കുട്ടികളെ കണ്ടുപിടിക്കുക, ഈ കുടുംബത്തെ കണ്ടുപിടിക്കുക, ഇതിനൊരു മോഡലാക്കുക. നമ്മളിങ്ങനെ ആക്കിയിരുന്നെങ്കിൽ ഈ വൃത്തിയും മെനയുമില്ലാത്ത ഈ അതിഥി തൊഴിലാളികൾ പാചകം ചെയ്യുന്ന ആഹാരം നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കേണ്ട ഗതികേടല്ലേ? എന്തുകൊണ്ട് ഇതേ തൊഴിൽ നമ്മുടെ ആൾക്കാർക്ക് ചെയ്തുകൂടാ? നമ്മുടെ കുട്ടികൾക്ക് ചെയ്തുകൂടാ? ഷെഫിൻ്റെ പണി പതുക്കെ ചെയ്യാം, എന്ത് പണിയും ചെയ്യാം. ഇന്ന് യൂറോപ്യൻ നാടുകളിൽ പോയി ഈ കുട്ടികൾ ചെയ്യുന്ന വർക്കും ഇതാണ്. പെൺകുട്ടികൾ റോഡ് തൂക്കുന്നു, പെൺകുട്ടികൾ ഫുഡ് സപ്ലൈ ചെയ്യുന്നു, പെൺകുട്ടികൾ സൈക്കിളിൽ പോയി വീട് ക്ലീൻ ചെയ്യുന്നു. ഇതേ കുട്ടികൾ ഇത് നമ്മുടെ നാട്ടിൽ ചെയ്തെങ്കിൽ എന്താ കുഴപ്പം? ഇവിടെ നാണക്കേട്, ഇവിടെ ഷെയിം. അഭിമാനം. വാട്ട് ഈസ് ദ അഭിമാനം?
പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇത് കേൾക്കുന്ന കുട്ടികളെ, നിങ്ങൾക്ക് സാധിക്കുന്ന നിങ്ങളുടെ ചിലവുകൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. അതിനെ പേരൻസിനെ ഉപദ്രവിക്കരുത്. കഷ്ടപ്പെട്ട് നിങ്ങളെ വളർത്തുന്ന നിങ്ങൾക്ക് ഏതാണ്ട് ജോലി ചെയ്യാൻ ആ ഒരു പക്വത ആയി കഴിയുമ്പോൾ നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ പഠിത്തത്തിനോടൊപ്പം കുറച്ച് സമയം കണ്ടെടുത്തി എന്തെങ്കിലും നിങ്ങളുടെ ചിലവിനുള്ള ആ തുക നിങ്ങൾ കണ്ടെത്തുക. അത് നിങ്ങളുടെ പേരൻസിന് കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ ചിലവിനെങ്കിലും അത് ഉപയോഗിക്കാമല്ലോ. എനിക്ക് കേരളത്തിൽ ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള ഒരു സ്റ്റുഡൻസിനെ, ഒരു കുട്ടിയെ ഞാൻ ഇന്നലെയാണ് കാണുന്നത്. ഞാൻ അപ്പോൾ ഈശ്വരനോട് ധ്യാനിക്കുകയാണ്, ദൈവമേ, ഇങ്ങനെയുള്ള ഓരോ വീട്ടിൽ അല്ലെങ്കിൽ 10 വീട്ടിനുള്ളിൽ 2 വീടെങ്കിലും ഈ മാതൃകാപരമായ കുട്ടികളും കുടുംബവും ഉണ്ടെങ്കിൽ നമ്മുടെ കേരളം എന്തോരം മാറ്റത്തിൽ പോകുമായിരുന്നു. അതുകൊണ്ട് മാതാപിതാക്കൾ, നിങ്ങൾ കുഞ്ഞുങ്ങളെ ട്രെയിനിങ് കൊടുക്കുക. അവർക്ക് എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അതിൽ നിങ്ങൾ എത്ര പണക്കാരായിരുന്നാലും ഏത് ക്ലാസ്സിലുള്ളവരായിരുന്നാലും കുട്ടികളെ പുറത്തുപോയി അവരുടെ ഒരു വരുമാനം കണ്ടുപിടിക്കാനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതിലൂടെ അവർക്ക് ഈ പുറത്തുള്ള അൺവാണ്ടഡ് ആക്ടിവിറ്റീസ് അവർ പെടുകയില്ല. അവർ ഉണ്ടാക്കുന്ന രൂപയിൽ നിന്നും അവർ അനാവശ്യമായിട്ട് ആകാശം കളയത്തില്ല. അവർക്കൊരു സേവിങ് മൈൻഡ് ഉണ്ടാകും. അവർക്ക് സേവിങ് മൈൻഡ് ഉണ്ടാക്കുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ സ്റ്റാൻഡേർഡായിരിക്കും. ആ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് കറക്റ്റായിരിക്കും. അവർ അവരുടെ പേരൻസിനെ സഹായിക്കാനും ശ്രമിക്കും. ഇങ്ങനെയുള്ള സംവിധാനം നമ്മുടെ കേരളത്തിന് വേണം, നമ്മുടെ കേരളത്തിലുണ്ടാകണം. ഈ ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്തെടുത്താൽ ഈ ബാങ്കിൽ നിന്ന് ഹ്യൂജ് എമൗണ്ടൊക്കെ എടുത്ത് നമുക്ക് ലണ്ടനിലും അമേരിക്കയിലും ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലൊന്നും പഠിക്കാൻ പോകേണ്ട കാര്യമില്ല. ഇവിടെയുള്ള കോളേജുകളിൽ തന്നെ പഠിക്കാം. നമുക്ക് ഹോസ്റ്റലിൽ നിന്നാലും ഈ ഇന്നലെ കണ്ട പയ്യൻ ചെയ്തതുപോലെ ആ വീക്കെൻഡിന് നിങ്ങളുടെ വീട്ടിലേക്ക് വരിക, നിങ്ങൾ ജോലി ചെയ്യുക. ഇനി പിള്ളേർ ഹോസ്റ്റലാണ്, പ്രൈവറ്റ് പേയിങ് ഗസ്റ്റിലൊക്കെയാണ് താമസിക്കുക, അവർ താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും പാർട്ട് ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ബാംഗ്ലൂരോ ഡൽഹിയിലോ ചെന്നൈയിലോ അവർ ജോലി ചെയ്യാൻ അനുവദിക്കുക. ഇതില്ലെങ്കിൽ പിള്ളേർ വട്ടടിച്ച് വല്ല ബോയ് ഫ്രണ്ടിലോ ഗേൾ ഫ്രണ്ടോ വട്ടടിച്ച് കളയും. സോ യു ടെൽ ദം, അവർക്ക് നിങ്ങളെ സഹായിക്കാനല്ല, അവർക്കൊരു സ്ട്രെങ്ത് ഉണ്ടാകാൻ വേണ്ടി അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും വർക്ക് അവരെ കണ്ടുപിടിക്കാൻ അനുവദിക്കുക. അവരതിന് സജ്ജരാക്കുക. നാളെ അവർക്ക് ഇൻഡിപെൻഡൻസ് ആയിട്ട് ജീവിക്കാനുള്ളൊരു ഉത്തേജനം, ഒരു പ്രചോദനവും അവർക്കതിൽ കൂടെ ഉണ്ടാകും. സോ ഇങ്ങനെ ഒരു മാറ്റം കൊടുത്തു കഴിച്ചാൽ തീർച്ചയായിട്ടും ഈ പുറം രാജ്യത്തിലേക്കുള്ള ഒഴുക്കങ്ങ് നിൽക്കും. പുറം രാജ്യത്ത് പോയി അവൻ്റെ ഹൗസ് കീപ്പിങ്ങും അവൻ്റെ ടോയ്ലറ്റും അവരുടെ കാറും അവരുടെ പരിസരങ്ങളും വൃത്തിയാക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലത് ചെയ്തുകൂടാ? ദർ ഇസ് നോ പ്രോബ്ലം. ഇത് ഒരു നാണക്കേടില്ല. ഇത് നമ്മുടെ സൊസൈറ്റിയാണെന്നും പറഞ്ഞ് മറ്റുള്ള ഫണ്ടിൽ നമ്മൾ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി കടം വാങ്ങി കടമെടുത്ത് ഒക്കെ പിള്ളേരെയും പഠിപ്പിച്ച് ഈ കോമാളിത്തരം കെട്ടി വലിയ ഇതെല്ലാം കാട്ടിക്കൂട്ടേണ്ട കാര്യമില്ല. കുട്ടികളെ അവരുടെ ഒരു ബേസിക് വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർ പഠിച്ചോട്ടെ, അവർ കോളേജ് എവിടെയും പഠിച്ചോട്ടെ, അവരുടെ അധ്വാനം കൊണ്ട് വളരാനുള്ളൊരു സാഹചര്യം എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക. ദയവ് ചെയ്ത് ഇതിലേറ്റവും കൂടുതൽ പ്രധാന റോൾ എടുക്കേണ്ട അമ്മമാരാണ്. അതുപോലെ തന്നെ അച്ഛന്മാരും സ്വന്തം പിതാക്കന്മാരും മക്കളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് അവർക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങളിൽ തന്നെ അവർ പോയി പണി ചെയ്യട്ടെ. എന്ത് പണിയായിരുന്നാലും. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. കിറ്റക്സ് സാബു, ആ മനുഷ്യൻ വർക്ക് ചെയ്തയാളുടെ അച്ഛൻ ആദ്യം കൊടുത്ത വർക്ക് അയാളുടെ ഫാക്ടറിയിലെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനാണ്. അതിന് അമ്മ വിഷമം പറഞ്ഞു. അപ്പോൾ കിറ്റക്സ് ഫാദറിൻ്റെ സാബു പറഞ്ഞില്ല, അത് അവിടെ തുടങ്ങി. കിറ്റക്സ് സാബു ഇന്ന് ആ സ്ഥാപനത്തിൻ്റെ ATZ അത് ഡേ ബൈ ഡേ അവർ പ്രോഗ്രസ് കൊണ്ട്. എന്തുകൊണ്ട്? ഇത് ബേസിക്കായിട്ട് അതിൽ അയാൾ തുടങ്ങി ഒരു ബേസിക് ഒരു ക്ലീനിങ് നിന്ന് തുടങ്ങി ദെൻ ഈ റീച്ച് ദെയർ. അതൊക്കെ ഫോർകാസ്റ്റ് ചെയ്ത ആ പേരൻസിൻ്റെ ഒരു തൻ്റെ ഇടമാണ്. അതുപോലെ നമ്മുടെ പിള്ളേരും അതേ രീതിയിൽ വളർന്നു വരണം. ഞാൻ ഇന്നലെ കണ്ടൊരു
ആ മോൻ്റെ ആ ഒരു പ്രചോദനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഐ വാസ് ബോഡിക്കൽ സർപ്രൈസ്ഡ് ലൈക്ക് എനിത്തിങ്. ഞാൻ പുറം രാജ്യങ്ങളിൽ പോയി കണ്ട അതേ കോൺസെപ്റ്റിൽ ഇന്നലെ ഒരു കേരളത്തിലൊരു പയ്യനെ കാണാൻ പറ്റി. വീട്ടിൽ ഒരുവിധ അടിസ്ഥാന എല്ലാ സൗകര്യമുണ്ട്. താമസിക്കാൻ വീടുണ്ട്, ഓടിക്കാൻ കാറുണ്ട്, ചേട്ടൻ പുറത്ത് പഠിക്കുന്നു. ബട്ട് ഈവൻ ദോ ആ ചേട്ടനും ഈ മോനും ആ അച്ഛനും ചെയ്യുന്ന ഒരേ തൊഴിൽ, ഒരേ ശൈലി, തൊഴിലിന് കുറച്ച് മാറ്റമാണെങ്കിലും ആ അച്ഛൻ കൊടുത്ത ഗൈഡൻസ് ആ പിള്ളേർ ശിരസ വഹിച്ച് ഇന്ന് അവർ ലീഡിങ് ദ ലൈഫ് വളരെ സന്തോഷമായി അവരുടെ ലൈഫിനോട് ലീഡ് ചെയ്യാണ്. അവർ പഠിക്കുന്നു, പഠിത്തത്തിൽ കൂടി അവർ ജോലി ചെയ്യുന്നു, ആ ജോലിയിൽ കൂടി അവരുടെ പേരൻസുമായി അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നു. ഇതുപോലെ എല്ലാ കുടുംബവും ഇതേപോലെ ഒന്ന് വരാൻ വേണ്ടി ഓരോ പേരൻസ് ഹാർഡായി വർക്ക് ചെയ്യുക, പ്ലാൻ ചെയ്യുക, പിള്ളേരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അത് പെൺകുട്ടിയായിരുന്നാലും ശരി, ആൺകുട്ടികളായിരുന്നാലും ശരി, അവരെ ഇൻഡിപെൻഡൻ്റായിട്ട് കുഞ്ഞു വരുമാനമാണെങ്കിലും അവർക്ക് ഒരു സ്വയം ജോലി ചെയ്ത് അവരുടെ കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു ശക്തി പകർന്നു കൊടുക്കുക. അപ്പോൾ അവർ ചെയ്യുന്ന ആ ഓരോ എമൗണ്ടിനും അവർക്കൊരു വേദന അറിയാൻ പറ്റും, അവർക്ക് ആരെങ്കിലും സഹായിക്കാൻ പറ്റും. ഒരു പക്ഷേ ആരെങ്കിലും അവിടെ നിന്ന് ലോൺ എടുത്ത് പിന്നെ തരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കൊടുക്കില്ല. അത് കൊടുക്കരുത്. അപ്പോൾ ഇവർക്കത് തോന്നും. അപ്പോൾ പിന്നെ ഒരു ലോൺ കൊടുക്കുന്ന അവർ ശ്രദ്ധിച്ചേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഒരു ജീവിതത്തിന് അടിസ്ഥാനം, ഒരു അടിത്തറ ഉണ്ടാക്കാൻ പേരൻസ് കുഞ്ഞുങ്ങളെ സജ്ജരാക്കുക. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഹ്യൂജ് ലോൺ മുതലെടുത്ത് വല്ല നാട്ടിലും പോയി കിടന്ന് വിദൂരം പോയി കിടന്ന് ഈ ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ ഇവിടെ എല്ലാ സൗകര്യങ്ങളും, പ്രകൃതിപരമായ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടല്ലോ. ഈ സൗകര്യങ്ങളും നമുക്ക് വളരാൻ വലുതാകാം. ഒരിക്കൽ കൂടി പറയുന്നു, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഐ ആം വെരി ഹാപ്പി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നലെ കണ്ട ആ ഒരു കുഞ്ഞു ഡ്രൈവറിൽ നിന്നും എനിക്ക് കിട്ടിയ സന്തോഷം, ആ ഒരു ഒടികൾ, ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഇത് നിങ്ങളിലേക്ക് എനിക്ക് പകർത്തണം എന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. കാണാം, കേൾക്കാം വീണ്ടും അടുത്ത വീഡിയോയിൽ. താങ്ക് യു.